വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്ന വാഗ്മിയും ഗ്രന്ഥകാരനും ദൈവശാസ്ത്രജ്ഞനും നമുക്കെല്ലാം സുപരിചിതനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ് ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലെ രണ്ടാമത്തെ പട്ടികയിലെ 3ാമത്തെ കൽപ്പനയിലാണിന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കൊല്ലരുത് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് പോയിരുന്നത്. ഇന്ന് 6ാമത്തെ കൽപ്പന, ശരീരത്തിനെതിരായിട്ടുള്ള പാപം, വ്യഭിചാരം ചെയ്യരുത്. സഭ വളരെ ഗൗരവമായി കാണുന്ന ഒരു പാപം. യേശു സുവിശേഷത്തിലൂടെ ആ ശരീരത്തിൻ്റെ വിശുദ്ധി നിലനിർത്തണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് സഭയുടെ പഠനം ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കാം. ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സാന്ദ്രമായ, അതുപോലെ ഏറ്റവും മഹത്തായ, വ്യക്തിത്വത്തെ മുഴുവൻ ചൂർന്നു നിൽക്കുന്ന ഒരു ഭാവമാണ്. ലൈംഗികതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനെയും നമുക്ക്, അതാണായാലും പെണ്ണായാലും, മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. കാരണം ലൈംഗികതയാണ് നമ്മുടെ ക്രിയാത്മക ശേഷി, ലിബിഡനൽ എനർജി എന്നാണ് അതിനെ കുറേ കൂടി ശാസ്ത്രീയമായിട്ട് പറയുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു ഭാഗമാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിബിഡനൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർഗവാസനകളുടെ, ക്രിയാത്മകമായ ശേഷികളുടെ മുഴുവൻ ആകത്തുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സത്തയാണ് വാസ്തവത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഒരു വശമായ ലൈംഗികമായ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളെല്ലാം വരുന്നത്. പക്ഷേ നമ്മുടെ മനസാക്ഷിയിൽ പൊതുവെ ലിബിഡോ അല്ലെങ്കിൽ അതിൻ്റെ മൂലാർത്ഥമൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് സെക്സ് എന്നുള്ള രീതിയിൽ ആയിട്ട് അതിനെ കാണുന്നുണ്ട്. ലൈംഗികത അതിൽ തന്നെ ഒരു നിഷേധാത്മകമായ കാര്യമൊന്നുമല്ല. കാരണം മനുഷ്യന് ഈ ലൈംഗികമായ വികാരങ്ങൾ, ലൈംഗികമായ ആ കഴിവ് ഇല്ലെങ്കിൽ അവന് ക്രിയാത്മക ശേഷി ഉണ്ടാവില്ല. അവൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതായിരിക്കും. വ്യക്തിത്വത്തെ മുഴുവൻ തളർത്തിക്കളയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ വികാരങ്ങളുടെ കൂടി ഒരു ജീവിയാണ്. കാരണം മനുഷ്യൻ്റെ തലച്ചോറിലെ എനർജി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യനിൽ 3 തരത്തിലുള്ള എനർജികളുണ്ട് എന്ന് നമ്മൾ പറയും. ഒന്ന് ഫിസിക്കൽ എനർജി, ശരീരത്തിൻ്റെ എനർജി, പിന്നെ മനസ്സിൻ്റെ എനർജി, പിന്നെ ആത്മാവിൻ്റെ എനർജി. അതുകൊണ്ട് ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് നമ്മൾ പറയുന്നതിനോട് തുല്യമായിട്ട് തന്നെയാണ് മെഡിക്കൽ സയൻസിലും മനഃശാസ്ത്രത്തിലൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശാരീരികമായ എനർജിയുടെ അതൊരു 30-33% നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത്ര തന്നെ മാനസികമായ എനർജി ഉണ്ട്. ഈ മാനസികമായ എനർജിയെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബുദ്ധി, റീസൺ, ഇൻ്റലക്റ്റ്. പിന്നെ ഒന്നുള്ളത് വിൽ പവറാണ്, അതായത് ഇച്ഛാശക്തി. പിന്നെ ഉള്ളത് ഇമോഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആത്മീയമായ ശക്തി. ഈ ഇമോഷൻ ആത്മീയമായ ശക്തിയോടും അതുപോലെ ഇച്ഛാശക്തിയോടും അതുപോലെ ബുദ്ധിശക്തിയെയും ഒക്കെ വ്യാപരിക്കുന്നതാണ്. അതെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലൂടെ നമുക്ക് ലൈംഗികമായ ആ ഒരു വികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മശേഷിയെ, സ്നേഹത്തെ നമ്മുടെ ഏത് ശരീരാവയവങ്ങളിലൂടെയും വേണമെങ്കിൽ പ്രകടിപ്പിക്കാം. കണ്ണിലൂടെ, മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങളിലൂടെ, ചെറിയ സ്മൈലിലൂടെ, എല്ലാം എത്രയോ ഭാവങ്ങളാണ് ഈ അപ്പോൾ ലൈംഗികതയും സ്നേഹവും വളരെ അടുത്ത് യാത്ര ചെയ്യുന്നു, കൂടിക്കുഴഞ്ഞു കിടക്കുന്നു. പക്ഷേ ലൈംഗികതയുടെ ഉദാത്തമായ ഭാവം വരുമ്പോഴാണ് ഈ ലൈംഗികമായ ശക്തി അതെന്തിനു വേണ്ടി ദൈവം നൽകിയോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയോടുകൂടെ അത് മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥനം ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ അത് വിശുദ്ധമായ സ്നേഹമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വൈകാരിക ലോകത്തെയും അതുപോലെ സ്വയം സമർപ്പണം, വേറൊരാൾക്ക് വേണ്ടി, അപരന് വേണ്ടി
സമർപ്പണം ചെയ്യാനുള്ള അവൻ്റെ അഭിവാഞ്ചയുടെയും അതുപോലെ തന്നെ അവൻ്റെ പ്രത്യുൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള ക്രിയാത്മകമായിട്ടുള്ള അവൻ്റെ എല്ലാതരം സർഗവാസനകളെ അത് മനുഷ്യനെ സൃഷ്ടിക്കുക, ജന്മം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, കലാപരമായ വാസനകൾ ഒക്കെ ഉണ്ടാകുന്നത്, വിവിധ സാഹിത്യപരമായ വാസനകൾ, നിർമ്മാണത്തിനുണ്ടാകുന്ന എല്ലാതരം കർമ്മശേഷികളുടെയും ആധാരം കൂടിയാണ് നമ്മുടെ ഈ ലൈംഗികത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൈംഗികത മനുഷ്യ ജീവിതത്തെ സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്ന, ബാധിക്കുന്ന, അതിൻ്റെ സമഗ്രതയെ നിലനിർത്തുന്ന ഒരു ഘടകമാണ് ഈ ലൈംഗികത. ആ ലൈംഗികത തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യത്വത്തെ മുഴുവൻ അധമമാക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് സഭ ഇതിനെ ഏറ്റവും ഗൗരവമായിട്ട് കാണുന്നത്. ലൈംഗികത അത് പറയുന്നത് ഈ വിവാഹബന്ധത്തിൽ മാത്രമേ ലൈംഗികത അതിൻ്റെ ആ പ്രത്യുൽപാദനപരമായിട്ടുള്ള വശം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് സഭ കൃത്യമായിട്ട് പറയുന്നു. അതെ, അത് പ്രത്യുൽപാദന ജനന പ്രക്രിയയിൽ, അതായത് ആ സൃഷ്ടികർമ്മത്തിൽ. പക്ഷേ ഒരു വിവാഹിതരാകാത്ത ആളുകൾ, ഇപ്പോൾ അവിവാഹിതരായ ആളുകൾക്കും അല്ലെങ്കിൽ സമർപ്പിത ജീവിതം നയിക്കുന്ന, ചാരിത്ര്യം സൂക്ഷിക്കുന്ന വൈദികരും സന്യാസിനികളും, ഇവർക്കെല്ലാവർക്കും ലൈംഗികതയുണ്ട്. പക്ഷേ അതിൻ്റെ ആ പ്രത്യുൽപാദന വശം, ആ ലൈംഗിക ബന്ധം സഭ വ്യക്തമായി പറയുന്നത് വിവാഹത്തിലൂടെ മാത്രം. പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ ആ ശേഷി, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന ലൈംഗികമായ മാരിറ്റൽ ആക്ടിലൂടെ. പക്ഷേ ഒരു വൈദികനും ഒരു സന്യാസിനിക്കും ഒരു അവിവാഹിതനും അവൻ്റെ കർമ്മ സൃഷ്ടിയോന്മുഖത നഷ്ടപ്പെടുന്നില്ല. അത് മനുഷ്യന് ജന്മം കൊടുക്കുന്ന, ബീജവും അണ്ഡവും ചേർന്ന് രൂപപ്പെടുന്ന ഒരു മനുഷ്യ വ്യക്തിക്ക് രൂപം കൊടുക്കുന്ന പ്രത്യുൽപാദന പ്രക്രിയയെ മാത്രമേ അതിൽ റിസർവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഏതൊരു വ്യക്തിക്കും, ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കിപ്പോൾ ഇത്രയും നാൾ ഞാൻ ജീവിച്ചു, ഈ ലൈംഗികമായ ശേഷി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അപരനോടുള്ള സ്നേഹവും കടപ്പാട് തന്നെ കുറഞ്ഞു വരും. നമ്മുടെ സർഗാത്മവാസനകൾ കുറേശ്ശെ നിലയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു നല്ല ചാരിത്ര്യം സൂക്ഷിക്കുന്ന ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ എപ്പോഴും സൃഷ്ടിയോന്മുഖമാണ്. പക്ഷെ പ്രത്യുൽപാദന പ്രക്രിയയിലൂടെയല്ല അവൻ്റെ സൃഷ്ടിപരത അവൻ ഈ ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അവൻ്റെ ആത്മാർപ്പണത്തിലൂടെ തന്നെയാണ്. ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള സമർപ്പണത്തിൽ ഈ പ്രത്യുൽപാദന പ്രക്രിയയുടെ ഫലമായിട്ട് ഒരു കുട്ടികൾക്ക് ജന്മം നൽകുന്ന ഒരു കാര്യം കൂടി അവർ ഏറ്റെടുക്കുമ്പോൾ ആ കാര്യം മാത്രമാണ് സമർപ്പിതരായവരോ അവിവാഹിതരോ ആയവരെ ഏറ്റെടുക്കാത്തത്. ബാക്കിയുള്ള ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവരുടെ ലൈംഗികത അവർ പരമാവധി ഉപയോഗിക്കേണ്ടതാണ്. അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്യുമ്പോഴാണ് അത് അവരുടെ ജീവിതത്തെ മഹത്വകരമാക്കി തീർക്കുന്നത്. അത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. അത് ലൈംഗികത ഈ പരമാവധി ഉപയോഗിക്കേണ്ടതാണ് പുരോഹിതരും സന്യസ്തരും എന്ന് പറയുമ്പോൾ ആ അച്ഛൻ നേരത്തെ പറഞ്ഞ ആ ടോട്ടാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതെ, അതായത് ലൈംഗികത എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ലൈംഗികത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പൊതുവെ ഒരു സെക്ഷുവൽ ജെനിറ്റൽ ഓർഗൻസ് അതിലേക്ക് ചുരുക്കുകയാണ്. പക്ഷെ ലൈംഗികമായ ശേഷി ഓരോ അച്ഛനും ഒരു സന്യാസിനിയും അച്ഛനോ സന്യാസിനിയോ ആകുന്നത് കൊണ്ട് അവരുടെ ലൈംഗികത നഷ്ടപ്പെടുന്നില്ല. കാരണം ലൈംഗികത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ജീവിക്കാനോ സ്നേഹിക്കാനോ സാധിക്കില്ല. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം ത്രിത്വൈക ദൈവത്തിൻ്റെ ഉള്ളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ മൂന്ന് ആളുകൾ തമ്മിൽ അവരുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന സ്നേഹത്തിൻ്റെ പ്രക്രിയയിൽ ഈ പരസ്പരമുള്ള കൊടുക്കലും വാങ്ങലും ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷുവൽ രീതിയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആത്മദാനത്തിലൂടെ അവരും അവരുടെ ലൈംഗികമായ ആ ശേഷി അവർ പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമാണ് സൃഷ്ടികർമ്മം തന്നെ നടന്നത്, മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തന്നെ. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ, അത് നമ്മുടെ ജനങ്ങൾ കുറേശ്ശെ ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ സെക്ഷൽ ആക്റ്റാണ്, പ്രത്യുൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന മാരിറ്റൽ ആക്റ്റാണ്, അല്ലെങ്കിൽ അതെന്തോ വഷളാണ്, അവിശുദ്ധമാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നമ്മുടെ ജനങ്ങൾ കഴിയുന്നത് കൊണ്ടാണ്. പക്ഷേ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് സ്നേഹമാണ്. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ സത്ത എന്ന് പറയുന്നതും സ്നേഹമാണ്. നമ്മൾ പറയില്ലേ, സ്നേഹമില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഒരു മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യൻ, അയാൾ മനുഷ്യനല്ല മൃഗമാണെന്ന് പറയും. സ്നേഹമാണ് വാസ്തവത്തിൽ മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ ലൈംഗികമായ ശേഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം സ്നേഹമായതുകൊണ്ടും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ
അടിത്തറ എന്ന് പറയുന്നതും ഈ ആത്മാർപ്പണത്തിൽ, അപരന് വേണ്ടിയുള്ള, മനുഷ്യന് വേണ്ടിയുള്ള ആത്മാർപ്പണത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ലൈംഗികമായ നമ്മുടെ ചേതനയെ, നമ്മുടെ ശക്തികളെ അത് ഈ ഉത്തമമായ സ്നേഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പരാർപ്പണത്തിന് വേണ്ടിയോ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ഏറ്റവും ഗൗരവമുള്ള തെറ്റായി മാറുന്നു. അത് ദൈവത്തിനെതിരായിട്ടുള്ള തെറ്റായി മാറും, സ്നേഹത്തിനെതിരായിട്ടുള്ള ഒരു തെറ്റായി മാറും, മനുഷ്യ വ്യക്തിത്വത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവായിട്ട് മാറുകയാണ്. ഇതിനോട് ചേർന്നിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ശുദ്ധത. നമ്മുടെ സഭാ പാരമ്പര്യത്തിലെ വലിയ പുണ്യമായിട്ട് കരുതി പോരുന്നതാണ്. ഈ പറഞ്ഞ ഈ ലൈംഗികത, ശുദ്ധത പാലിക്കാനായിട്ടുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വം അത് വിവാഹിതരായാലും സന്യസ്തരായാലും എന്താ പറയുക, ഭാര്യ ഭർത്താവ് മരിച്ച ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും അവിവാഹിതരായാലും അല്ല, ഈ ശുദ്ധത എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ശുദ്ധത അച്ഛന്മാരും കന്യാസ്ത്രീകൾക്കും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അതെ അതെ, അത് വരുന്നത് ഒരു ദമ്പതിമാരുടെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിലുള്ള ആത്മാർപ്പണത്തിൻ്റെയും സ്വയം ദാനത്തിൻ്റെയും ഉഭയദാനത്തിൻ്റെയും ഒരു സൂചനയായിട്ട് അവർ ലൈംഗികമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൂടി പരസ്പരം പൂർണ്ണമായി നൽകുമ്പോൾ അവിടെ ഒരു ദാമ്പത്യ വിശ്വസ്തത വരുന്നുണ്ട്. അതിനെ വിഘ്നം വരുന്ന രീതിയിൽ അവർ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് അവരും ചാരിത്രം സൂക്ഷിക്കാത്തവരായിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവരും ചാരിത്ര്യമുള്ളവരാണ്. അതിലെ അവിശ്വസ്തത കാണിക്കുമ്പോൾ അവർ അശുദ്ധിയിലേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന എല്ലാവരും ശുദ്ധത പാലിക്കുന്നവരാണ്. കാരണം തന്നെ അത് ഒരു വലിയ പുണ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം താൻ മരണം വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം, സന്താപത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ മരണത്തിൽ വരെ, മരണമൊഴി നടക്കുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും എന്നും പരസ്പര വിശ്വസ്തയോടുകൂടെ നമ്മൾ പരസ്പരം നൽകുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പൂർണ്ണ ഒരു രൂപമായ ഏക മനസ്സായിട്ട് ഈ ഞങ്ങളുടെ പ്രത്യുൽപാദന ശേഷി അടക്കം ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ ലൈംഗിക ശേഷിയെ നമ്മൾ പരസ്പര ദാനത്തിലൂടെ കൈമാറുന്ന ആഴമായ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. അങ്ങനെ ജീവിക്കുന്നത് അത് ശുദ്ധത പാലിക്കുന്നതിന് ഏറ്റവും മകുടമായ ഉദാഹരണമാണ്. അതുകൊണ്ടാണല്ലോ അവർ ഒറ്റ ശരീരമായി തീരുന്നു. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ അത് കർത്താവും സഭയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധമായിട്ടാണ്, അത്രയും പവിത്രമായിട്ടാണ് സഭ കരുതുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിക്കുന്ന ആളുകൾ നിയമാനുസൃതമായ ദാമ്പത്യ ബന്ധങ്ങളിൽ ഇടപെടുന്നത് ഒരിക്കലും അവിശുദ്ധമായൊരു കാര്യമല്ല എന്നുള്ളത് നമ്മുടെ ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ലൈംഗികതയെ ബോധപൂർവം സ്വീകരിച്ച് അത് വ്യക്തിത്വത്തിലേക്ക് ഉൾക്കൊള്ളുന്നതിനെയാണ് വാസ്തവത്തിൽ ശുദ്ധത എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും ഉൾക്കൊള്ളുന്നതിൽ വ്യത്യാസമുണ്ട്. അപ്പം ലൈംഗികത നേരായ രീതിയിൽ ഉപയോഗിക്കുക, അങ്ങനെ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക്, സൗഖ്യത്തിന്, സമാധാനത്തിന്, സന്തോഷത്തിന്, ഐക്യത്തിന് ഏറ്റവും സഹായകരമാകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം, വിവാഹിതനായി ജീവിക്കുന്ന ഒരാൾക്ക് അത് അനുഭവതലത്തിൽ അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ ദൈവശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ അത് ഒരു വൈവാഹിക ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല. പക്ഷേ നമ്മൾ വേറൊരു ആളിലേക്ക് നമ്മുടെ കുറേ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ മാറ്റിവെച്ച്, നമ്മുടെ അസൗകര്യങ്ങൾ മാറ്റിവെച്ച് ആ ആളിലേക്ക് എത്താനും ആ ആളെ സഹായിക്കാനും പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷവും സമാധാനവും തേടി നമ്മളും ജീവിക്കുമ്പോൾ നമ്മിലും ഈ ഒരു സ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവം, ഒരു സംതൃപ്തിയുടെ, ആന്തരികമായ സ്വസ്ഥതയുടെ, ജീവിതത്തിൻ്റെ പൂർത്തീകരണം നടന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട്. അത് ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ ശുദ്ധതയിലെ വ്യത്യാസമായിട്ട്. പിന്നെ വികാരങ്ങളെ നിയന്ത്രിച്ച് സംയമനം പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശുദ്ധത. അതാണല്ലോ പൗലോസ് പറഞ്ഞത്, എല്ലാവരും എന്നെ പോലെ എത്രയും നന്നായിരുന്നു, പക്ഷേ ഞാനത് നിർബന്ധിക്കുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ അവർ കല്യാണം കഴിച്ചോളട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശുദ്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ വികാരങ്ങളുടെ മീതെയുള്ള നിയന്ത്രണമാണ്. അപ്പോൾ വികാരങ്ങളെ നിയന്ത്രിച്ച്, അത് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അടിച്ചമർത്തലല്ല, അങ്ങനെയും കൺട്രോൾ ചെയ്യാം. അതായത് അത് അതിൻ്റേതായ അവസരങ്ങളിൽ, എനിക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ ദുഃഖം, സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷം, കോപം വരേണ്ടടുത്ത് കോപം, ഈ എല്ലാം അതിൻ്റേതായ അളവിൽ, വാത്സല്യം കാണിക്കേണ്ടടുത്ത് വാത്സല്യം, മിതത്വത്തോടു കൂടെയുള്ള വികാരങ്ങളുടെ പ്രകടനവും ജീവിതവും, അത് തീർച്ചയായിട്ടും വാസ്തവത്തിൽ ശുദ്ധത
പാലിക്കുന്ന ഒരാളിൽ സംഭവിക്കും. ഇപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലും യേശു ഭയങ്കര വൈകാരികമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശു കരയുന്നുണ്ട്, ദുഃഖമുണ്ടാകുമ്പോൾ അവരോടൊപ്പം സഹതപിക്കുന്നുണ്ട്. പലപ്പോഴും യേശു മൗനിയായി പോകുന്നുണ്ട്. അതെല്ലാം ഈ വികാരത്തിൻ്റെ വേറൊരു രൂപമാണ്. അപ്പോൾ നമ്മുടെ വികാരങ്ങൾക്ക് നമ്മൾ അടിമയാകാതെ, അടിമത്വത്തിലേക്ക് പോകാതെ, വികാരങ്ങൾ ജീവിക്കുമ്പോഴും അതിന് അടിമത്വത്തിലേക്ക് പോകാതെ, ആ നല്ല വികാരങ്ങളുടെ നല്ല ലക്ഷ്യങ്ങളോടെ അതിൻ്റെ പ്രേരണകൾക്ക് അനുസൃതമായി എൻ്റെ ജീവിതത്തെയും പ്രവൃത്തികളെയും ചിന്തകളെയും ഞാൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ ശുദ്ധത എന്ന പുണ്യം പാലിക്കുക തന്നെയാണ്. അത് അത്ര എളുപ്പമല്ല എന്നെനിക്ക് തോന്നുന്നു. അവിവാഹിതരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയാലും, അതുപോലെ സമർപ്പിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും, അല്ലെങ്കിൽ വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അത്ര എളുപ്പമല്ല. അതിനെ സഭ പറയുന്നത് നമുക്ക് വളരെയധികം പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. കാരണം ദൈവവുമായിട്ട് ആ സത്ത, യഥാർത്ഥത്തിൻ്റെ യഥാർത്ഥ രൂപമായ നിഷ്കാമമായ സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ആത്മദാനത്തിൻ്റെ, സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കുന്ന തലത്തിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ട് ഈ ലൈംഗിക ശേഷിയെ വ്യാപിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സഹായം, ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അസറ്റിക് ലൈഫ്. പണ്ടത്തെയൊക്കെ വിശുദ്ധന്മാരുടെ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം കാണാം. അവരിങ്ങനെ കണ്ടമാന ഉപവാസവും പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കല്ലിന് എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ മുള്ള് കൊണ്ട് നടക്കുക. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. കാരണം ഈ വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ വായിച്ചിട്ടാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് മുള എന്ന് പറയും, ഇല്ലി എന്നാണ് ചില സ്ഥലങ്ങളിലൊക്കെ പറയണത്. അതിൻ്റെയൊക്കെ മുള്ള് കയ്യിൽ വയ്ക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ദുശ്ചിന്ത ഉണ്ടാകുമ്പോൾ മേത്ത് കുത്തുക, ഉറക്കം വരുമ്പോൾ പ്രാർത്ഥനയിൽ കുത്തുക, കല്ലുമ്മ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ അങ്ങനെ വിശുദ്ധന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ച്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, തപശ്ചര്യകൾ, അതുപോലെ സുഹൃതോന്മുഖമായൊരു ജീവിതം. അപ്പോൾ പൊതുവേ നന്മയുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തി ജീവിക്കുന്ന ഒരാൾക്ക്, സുഹൃതത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആളുകൾക്ക് ശുദ്ധത പാലിക്കാൻ, വിവാഹിതരായാലും അല്ലെങ്കിലും എല്ലാവർക്കും അത് സഹായകമായിട്ട് ഭവിക്കും. അതിനാണല്ലോ സഭ ഈ നോയമ്പ് കാലത്തൊക്കെ ഉപവാസം എടുക്കാനും അതുപോലെ നിരന്തരമായൊരു പ്രാർത്ഥനാ ജീവിതവും ധ്യാനവും ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ലൈംഗികമായ ഈ ശേഷിയെ ക്രിയാത്മകമായിട്ട് എൻ്റെ ആന്തരികമായ വ്യക്തിത്വത്തിൻ്റെ സമഗ്രതയ്ക്കും മറ്റൊരാളുടെ വളർച്ചയ്ക്കും ഉള്ള ആത്മാർപ്പണത്തിനുമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ലൈംഗികതയിൽ വലിയ പാളിച്ച പറ്റും. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ബാക്കിയുള്ള ലൈംഗികതയുടെ പാളിച്ചകൾ സംഭവിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ അപരനെ ഒന്നല്ല വസ്തുവായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈംഗികമായ സ്നേഹം അത് പ്രകടിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു സ്വന്തം സുഖമായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒന്നോലെ സ്വന്തം സുഖത്തിലോ അല്ലെങ്കിൽ അപരനെ ഒരു വസ്തുവാക്കി ഉപയോഗിക്കുന്നതിലോ ചെന്ന് നിൽക്കുന്ന തരത്തിലുള്ള ലൈംഗികതയുടെ ഉപയോഗങ്ങളാണ് സഭ ഏറ്റവും വലിയ ശുദ്ധതയ്ക്കെതിരായ പാപങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഈ അവിവാഹിതരും പുരോഹിതരും സന്യസ്തരും ഒക്കെ വിരക്തിയിലുള്ള ശുദ്ധത പാലിക്കുമ്പോൾ ദമ്പതികൾ അവരുടെ ദാമ്പത്യ വിശ്വസ്തതയിൽ ശുദ്ധത പാലിക്കുന്നു. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു അതെ. ശുദ്ധത പാലിക്കുന്നതിൽ തന്നെ വിവിധ രീതികളുണ്ട്. നമ്മുടെ കത്തോലിക്ക മതബോധന ഗ്രന്ഥം അത് വളരെ പ്രത്യേകമായി എടുത്ത് പറയുന്നുമുണ്ട്. അതായത് സമർപ്പിതർ തങ്ങളുടെ ഈ ക്രിയാത്മകമായ ശക്തിയെ ദൈവത്തിനും ദൈവജനത്തിനും, ഈ ദൈവത്തിൽ നിന്ന് ദൈവജനത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഞാൻ ഇപ്പോൾ സെലിബ്രേറ്റായിട്ട് ചാരിത്രം പാലിച്ച് ജീവിക്കുക, വിശുദ്ധി പാലിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ നേരം പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ദൈവത്തിന് നമ്മൾ അടിയറവ് വെച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ് ബാക്കി എല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടി ജീവിക്കുക. അതുകൊണ്ടാണ് കുമാരനാശാൻ്റെ കവിതയൊക്കെ ഉണ്ട്. ശ്രീനാരായണ ഗുരു ഇതേ ആശയങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മാനവ സേവ മാധവ സേവ എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ കുമാരനാശൻ പറയും, തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റാത്തവൻ പിന്നെ എങ്ങനെയാണ്, അങ്ങനെ അദൃശ്യനായ ദൈവത്തെ എങ്ങനെ അവൻ സ്നേഹിക്കും? അപ്പോൾ ഇതൊക്കെ ഈ രണ്ടും ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബ്രഹ്മചര്യം അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധത പാലിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിലേക്ക് മാത്രം ഊന്നി ജീവിക്കലല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികളിലേക്ക് കൂടി ഊന്നി ജീവിക്കുക. അപ്പോൾ അവർ സമർപ്പിതരെ അങ്ങനെയാണ് ശുദ്ധത പാലിക്കുന്നത്.
എന്നാൽ അവിവാഹിതരായ ആൾക്കാർ എന്താണ്, ധാർമ്മികതയുടെ എല്ലാ നിയമങ്ങളും പാലിച്ച്, അവർ വിവാഹിതരല്ല, പ്രത്യുൽപാദന പ്രക്രിയയിൽ അവർ പങ്കെടുക്കുന്നില്ല, എന്നാൽ സമർപ്പിതരെ പോലെ അവർ ഒരുപക്ഷെ ആ രീതിയിൽ പൂർണ്ണമായിട്ട് അവരുടെ ചിലപ്പോൾ അവർ സമർപ്പിച്ചിട്ടുള്ളത് അവരുടെ ജീവിതം ചിലപ്പോൾ എഴുത്തിനായിരിക്കാം, ശാസ്ത്രത്തിനായിരിക്കാം, രാഷ്ട്രീയത്തിനായിരിക്കാം, സർഗാത്മകമായ ഏതെങ്കിലും ഒരു ഫീൽഡിലായിരിക്കാം. ഇപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ കല്യാണം കഴിക്കാതെ രാഷ്ട്രീയക്കാർ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ശാസ്ത്രജ്ഞരെ, നമ്മുടെ മുൻപത്തെ അബ്ദുൽ കലാം ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കലയിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ള വലിയ എഴുത്തുകാരെ അവർ പുസ്തകത്തെയും അക്ഷരങ്ങളെയും സ്നേഹിച്ച് പ്രണയിച്ച്, അതൊക്കെ ഈ ലൈംഗികതയുടെ ഒരു വശമാണ്. ലൈംഗികതയുടെ ക്രിയാത്മകമായ ശക്തിയുടെ ഉപയോഗം തന്നെയാണ്. പക്ഷേ അവർ ധാർമ്മികമായ നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതാണ് അവരുടെ ശുദ്ധത എന്ന് പറഞ്ഞാൽ. വിവാഹത്തിൻ്റെ ശുദ്ധത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദാമ്പത്യത്തിൽ ഉള്ള ബന്ധത്തിൽ വിശ്വസ്തത പാലിക്കലാണ് അതിൻ്റെ ശുദ്ധത എന്ന് പറയുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കും. എന്തായാലും വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഈ എപ്പിസോഡിൽ ശുദ്ധതയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിശദീകരിച്ച അച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന ഈ എപ്പിസോഡിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിലുണ്ടായിരിക്കും. ദാമ്പത്യ വിശ്വസ്തതയിലെ ദമ്പതികൾ ശുദ്ധത പാലിക്കുമ്പോൾ അവിവാഹിതരും പുരോഹിതരും സന്യസ്തരും വിരക്തിയിൽ ശുദ്ധത പാലിക്കുന്നു. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.